തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. പിടികിട്ടുന്നില്ല അല്ലേ? സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ അടിയന്തര പ്രതിവിധി തേടുകയാണ് ഹൃദയ ചികിത്സാ വിഭാഗം. 4000-ഓളം ഹൃദയ രോഗികളാണ് 5 മെഡിക്കൽ കോളേജുകളിലുമായി മാസങ്ങളായി ചികിത്സയ്ക്കായി ഊഴം കാത്തിരിക്കുന്നത്. രോഗം കണ്ടെത്തി 6 മാസമെങ്കിലും കാത്തിരുന്നാലേ വിദഗ്ധ ചികിത്സ കിട്ടും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി പകർച്ചവ്യാധിയുടെ ഉറവിടമാവുകയാണ്. മെഡിക്കൽ വാർഡുകൾക്ക് സമീപമാണ് പഴയ മെത്തകളും ആഹാരാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുമെല്ലാം കൂട്ടിയിടുന്നത്. സമയം രാത്രി 10:30 കഴിഞ്ഞിരിക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ രോഗികളുമായി ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ശ്വാസമുട്ടും വയ്യായികയുമായി വന്നതാണ് ഈ അമ്മ. അമ്മയുടെ പ്രാഥമിക പരിശോധനകൾ കഴിഞ്ഞു. സ്കാൻ റിപ്പോർട്ട് വേണം. 1 മണിക്കൂറിന് ശേഷവും സ്കാൻ ചെയ്യാനാവാത്ത കുറിപ്പുമായി കൂട്ടിരിപ്പുകാരനെ ഞങ്ങൾ കണ്ടു. അനാഥരും അവശരുമായ രോഗികളെ മൃതദേഹങ്ങളോടൊപ്പം കിടത്തിയ സംഭവം പുറത്തുവന്നതിനെ തുടർന്ന് അന്വേഷണ വിധേയമായ 2 ജീവനക്കാരെ ജില്ലാ മെഡിക്കൽ ഓഫീസർ സസ്പെൻഡ് ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രി VS ശിവകുമാർ ആശുപത്രി സന്ദർശിച്ചത്. ഇതിനിടെ ആശുപത്രിയിലെത്തിയ മന്ത്രി പ്രതിഷേധം ഭയന്ന വാർഡ് സന്ദർശിക്കാതെ ആശുപത്രി സൂപ്രണ്ടിന്റെ മുറിയിലിരുന്നു. ഡോക്ടർമാരും വേണ്ടത്ര ജീവനക്കാരുമില്ലാതെ കിടക്കുകയാണ് സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ജനറൽ ആശുപത്രികൾ വരെ. മണിക്കൂറുകൾ ക്യൂ നിന്ന് ഒടുവിൽ ഡോക്ടറെ കാണാൻ കഴിയാതെ മടങ്ങേണ്ട സ്ഥിതിയാണ് രോഗികൾക്ക്. ആശുപത്രികളുടെ ഗ്രേഡ് ഉയർത്തുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് നിയമനങ്ങൾ നടത്താത്തതാണ് പ്രശ്നം. പരിപാടിയിൽ സംസ്ഥാനം വിറയ്ക്കുമ്പോഴും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുമില്ല, മരുന്നുമില്ല. ആരോഗ്യവകുപ്പിലും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലുമായി 745 ഡോക്ടർമാരുടെ ഒഴിവുകളുണ്ട്. ഇതിൽ തീരുന്നില്ല ദുരിതം. മരുന്ന് എത്തിക്കാത്തതിനാൽ സർക്കാർ ആതുരാലയങ്ങളിൽ എത്തുന്നവർ വൻ തുക കൊടുത്ത് പൊതുവിപണിയിൽ നിന്ന് മരുന്ന് വാങ്ങേണ്ട ഗതികേടിലുമാണ്. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ.